ശ്രീ പ്രകാശ് ബാരെ, യഥാർത്ഥത്തിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ പലതും പുറത്തു വന്നതിന് ശേഷം പല ഇടങ്ങളിൽ നിന്നും ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകൾ വിവിധ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് ഈ മുഴുവൻ സംഭവങ്ങളിലും ഒരു അന്വേഷണം നടക്കട്ടെ എന്ന് സർക്കാർ തീരുമാനിക്കുകയും അങ്ങനെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിനെ നിയോഗിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെ വീണ്ടും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോടതിയുടെ പരിഗണനയിൽ വന്നപ്പോൾ, ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് പരിഗണിച്ചപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഉള്ളടക്കം സംബന്ധിച്ച കാര്യങ്ങൾ കൂടി SIT പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ടീമിന് കൈമാറുകയായിരുന്നു. ഇപ്പോൾ അവരുടെ പരിശോധനയിൽ ഏതാണ്ട് 4000 പേജ് വരുന്ന ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സൂക്ഷ്മമായി പഠിച്ചതിൽ നിന്ന് 20 പേരുടെ മൊഴികൾ വളരെ ഗൗരവ സ്വഭാവമുള്ളതാണ് എന്ന് ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ്. പക്ഷേ ഇതിലെ കേസും മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകണമെങ്കിൽ സ്വാഭാവികമായും ഇതിൽ പരാതിക്കാരുണ്ടാകണം. സർക്കാർ ഈ വിഷയത്തിൽ നടപടി എടുക്കാത്തതിന് കാരണമായി പറഞ്ഞത് പരാതിക്കാരില്ല എന്നുള്ളതായിരുന്നു. പരാതിക്കാരുണ്ടെങ്കിൽ നടപടി എന്നതായിരുന്നു. മൊഴി നൽകിയ, അതായത് തങ്ങൾ ആരാണ് എന്ന് വെളിപ്പെടുത്തരുത്, സ്വകാര്യത മാനിക്കണം എന്ന ഒരു ഉപാധിയിന്മേൽ ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ മൊഴി നൽകിയ ഈ പരാതിക്കാർ അവരുടെ മൊഴികളിൽ ഉറച്ചു നിൽക്കുമെന്നും അങ്ങനെ പരാതിക്കാരുടെ മേൽ അവർ രംഗത്ത് വരുന്നതോടെ ഇതിലൊരു അന്വേഷണം നടക്കുമെന്നും ശ്രീ പ്രകാശ് ബാരെ താങ്കൾ കരുതുന്നുണ്ടോ? ഇതിൻ്റെ അകത്ത് ഇത്രയും പ്രാധാന്യമുള്ള 56 പേരാമറ്റുമാണ് മൊഴി കൊടുത്തിരിക്കുന്നത് കമ്മീഷനിൽ. അതിൽ വളരെ പ്രധാനപ്പെട്ട ആരോപണങ്ങളും വളരെ പ്രധാനപ്പെട്ട ആൾക്കാർക്കെതിരെയുള്ള ആരോപണങ്ങളും അതിലുണ്ട് എന്നുള്ളത് ഓരോ മലയാളിക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 4.5 വർഷമായിട്ട് അതിൻ്റെ മേലെ സർക്കാർ അടയിരിക്കണമെങ്കിൽ ആ റിപ്പോർട്ട്, ആ അന്വേഷണം നടത്തി ആ റിപ്പോർട്ട് കിട്ടിയപ്പോൾ അവരുടെ കണ്ണ് മഞ്ഞളിച്ചു പോയി. അത് അത്രയും ഭീകരമായിട്ടുള്ള ആരോപണങ്ങളും അത്രയും പ്രധാനപ്പെട്ട ആൾക്കാർക്കെതിരെയുള്ള ആരോപണങ്ങളും അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവിടുത്തെ വ്യവസ്ഥിതി, ഇപ്പോൾ ഇന്ന് ഇത് ഒരു നടി ആക്രമിക്കപ്പെട്ട കേസ്, ഒരു കേസിൽ നിന്ന് ഒരു മഹാഭാരത യുദ്ധമായിട്ട് മാറിയിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ ഒരു സൈഡിലും മറ്റൊരുപാട് ആൾക്കാർ കുറ്റാരോപിതർ മറ്റൊരു സൈഡിലുമായിട്ടുള്ള യുദ്ധമാണ് നടക്കുന്നത്. അതിൽ എല്ലാത്തരം പ്രവൃത്തികളും അവർ ചെയ്യുന്നുണ്ട് അതിനെ പ്രതിരോധിക്കാനും. അതിനെ രണ്ട് ഭാഗത്തു നിന്നുള്ള ഒരു സംഭവമാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് പലതരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. അത്രയും ക്രെഡിബിൾ അല്ലാത്ത ആൾക്കാരുടെ ആരോപണങ്ങൾ, ചിലപ്പോൾ ഇന്നസെൻ്റ് ആയിരിക്കാൻ സാധ്യതയുള്ള ആൾക്കാർക്കുള്ള ആരോപണങ്ങൾ, ഇങ്ങനെ വ്യാപകമായിട്ട് ഉള്ള ഈ ഒരു യുദ്ധം പോലെ ഈ സംഭവം നടക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും ഹീനമായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഈ ആക്രമിക്കപ്പെട്ട നടിയുടെ കേസിലാണ്. 2017 നടന്നിട്ടുള്ളത്. അതിനെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ആകരുത്. കാരണം ഈ എല്ലാവർക്കും മുന്നോട്ട് വന്നിട്ട് അവരുടെ ആരോപണങ്ങൾക്ക് പിറകെ ശക്തമായിട്ട് നിൽക്കാനുള്ള ഒരു ഊർജം എന്ന് പറയുന്നത് മാതൃകാപരമായിട്ട് ഈ ആദ്യത്തെ കേസിലെ കുറ്റാരോപിതർക്ക് അല്ലെങ്കിൽ കുറ്റം ചെയ്തവർക്കെതിരെ അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ്. അത് സിസ്റ്റം എന്ന നിലയിൽ, ഇവിടുത്തെ സർക്കാർ എന്ന നിലയിൽ നമ്മുടെ ഒരു കർത്തവ്യമാണ്. അത് ചെയ്യാതെ ഈ അവർക്ക് ഇതില്ല, ആരോപണമില്ല, അവരവരുടെ പേര് വെളിപ്പെടുത്താൻ തയ്യാറല്ല എന്ന് പറയുന്നതിൻ്റെ പിറകിൽ മറന്നു നിന്നുകൊണ്ട് ഇത് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം നിൽക്കുന്നതും ഒരു സമൂഹത്തിന് ഭൂഷണമല്ല. കാരണം ഇതിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം 7.5 വർഷമായിട്ട് ഇത്രയും പകൽ വെളിച്ചം പോലെ വ്യക്തമായിട്ടുള്ള ഒരു ആക്രമണം നടന്നിട്ട് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ നടിക്ക് കോടതി മുറിയിൽ വെച്ച് അനുഭവിക്കേണ്ടി വന്ന അവഹേളനമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആരാണ് മുന്നോട്ട് വരിക? സോ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസിൽ, ഏത് കേസിലാണെങ്കിലും വളരെ വേഗത്തിലും വളരെ നല്ല ക്ലാരിറ്റിയോടും കൂടിയിട്ട് ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. 7.5 വർഷം കഴിഞ്ഞിട്ട് സുപ്രീം കോടതി ചോദിക്കുകയാണ്, എന്താണ് ഈ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. സാക്ഷികൾ മൊഴി മാറ്റുന്നു, എവിഡൻസിനെ ടാമ്പർ ചെയ്യുന്നു. അല്ല ശ്രീ പ്രകാശ് ബാരെ, ഞാൻ അതിനിടയിൽ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കട്ടെ. അതായത് താങ്കൾ ഈ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന സർക്കാരിനെയാണോ? അതായത് ഇപ്പോൾ 7.5 വർഷക്കാലത്തിന് ശേഷം അതിലെ 1-ാം പ്രതി പൾസർ സുനിക്ക്, ഞാൻ പറഞ്ഞ നടി ആക്രമിച്ച കേസിൽ പൾസർ സുനിക്ക് ജാമ്യം കിട്ടുന്ന ഘട്ടത്തിലാണ് സുപ്രീം കോടതി ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലും സർക്കാരിന് ഈ കാര്യത്തിൽ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഇല്ല. വളരെ സത്യസന്ധമായ സുതാര്യമായ ഒരു
സമീപനം ഈ വിഷയത്തോട് ഇല്ല എന്നതാണോ ശ്രീ പ്രകാശ് ബാരെ താങ്കളുടെ വിമർശനം? അങ്ങനെ വേണം നമുക്ക് കരുതാൻ. കാരണം ഒരു ആരംഭശൂരത്വമൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിതിൻ്റെ മുൻകൈ എടുക്കുന്നു. സത്യം പറഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും ആദ്യം ഇങ്ങനെ ഒരു കാൽവെപ്പ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിലാണ്. ഇവിടുത്തെ സർക്കാരാണ് അതിന് മുൻകൈ എടുത്തത്. പക്ഷേ ഇതിൽ ഉൾപ്പെട്ടത് ആരൊക്കെയാണെന്ന് കണ്ടപ്പോഴത്തേക്കും പിൻവലിയുകയാണ് സർക്കാർ പിന്നീട് ചെയ്തിരിക്കുന്നത്. ഈ മെല്ലെപ്പോക്കും പലതവണ പ്രോസിക്യൂട്ടർ മാറുന്നതും ഇത്രയും കാലം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുന്നതും ഒക്കെ കാരണം ഈ മൊത്തം മാറ്റം ഇത് ഇന്നവിറ്റബിൾ ആയിട്ടുള്ള മാറ്റമാണ്. സമൂഹത്തിൽ മാറാതെ ഗത്യന്തരമില്ല. അല്ല, പക്ഷേ ശ്രീ പ്രകാശ് ബാരെ, ഈ നടിയെ ആക്രമിച്ച കേസാണ് താങ്കൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ താങ്കൾ എടുത്തു കാണിക്കുന്ന ഒരു സംഭവമെങ്കിൽ അതിനകത്ത് 8ാം പ്രതി ചലച്ചിത്ര താരം ദിലീപിനെ അറസ്റ്റ് ചെയ്യാനുള്ള തന്റെ ഇടം കാണിച്ചു ഈ സർക്കാർ. അതുകൊണ്ട് സ്ത്രീപക്ഷ നിലപാടെടുക്കുകയും സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ വെച്ചുപൊറുപ്പിക്കുകയും ചെയ്യില്ല, അതിലേതറ്റം വരെയും പോകാൻ സർക്കാർ തയ്യാറാണ് എന്നതിൻ്റെ സൂചനയായിട്ടാണ് ഈ സർക്കാർ തന്നെ ആ സംഭവത്തെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അന്ന് ദിലീപിനെ അറസ്റ്റ് ചെയ്യാൻ ധൈര്യം കാണിച്ച, അല്ലെങ്കിൽ ധൈര്യമെന്ന് ഞാൻ വാക്കുപയോഗിക്കുന്നില്ല, ദിലീപിനെ അറസ്റ്റ് ചെയ്ത ഈ സർക്കാർ, അതായത് ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി സർക്കാർ, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചിലരുടെ പേരോ പരാമർശങ്ങളോ ഉണ്ടാകുമെന്ന് കണ്ടപ്പോൾ അതിൽ നിന്ന് പിന്മാറി എന്ന ഒരു യുക്തി എങ്ങനെയാണ് താങ്കൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്? ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് ഒരു 10 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ഓരോ ആൾക്കാരും പറഞ്ഞിരിക്കുന്നത്, എന്താണ് പിന്നെ സിനിമ അസോസിയേഷനിൽ പറഞ്ഞിരിക്കുന്നത്, എന്താണ് ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത് ഒക്കെ കാലം വിലയിരുത്തും. സർക്കാർ തീർച്ചയായിട്ടും വളരെ ധൈര്യപൂർവ്വം തന്നെ വളരെ ആർജവത്തോടു കൂടി ഇതിനെ മുന്നിട്ടിറങ്ങുകയും ഒരു മാറ്റം, ആദ്യത്തെ അന്വേഷണം പ്രഹസനമായിരുന്നുവെങ്കിലും പിന്നീട് നന്നായിട്ട് അന്വേഷിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനുശേഷം ഒരു മനംമാറ്റം അല്ലെങ്കിൽ ഒരു വീണ്ടും വിചാരം ഈ സർക്കാരിനുണ്ടായിട്ടുണ്ട്. ഇല്ലത്തുനിന്ന് പുറപ്പെട്ടു അമ്മാത്ത് എത്തിയതുമില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. നമ്മൾ ഈ സർക്കാരിൻ്റെ സിൻസിയറിറ്റിയും സർക്കാരിൻ്റെ കാര്യക്ഷമതയും ഒക്കെ നമ്മൾ എപ്പോഴാണ് ജഡ്ജ് ചെയ്യുക? ഇതിൻ്റെ ഫൈനൽ ഔട്ട്കമ്മിലാണ്. ഒരുപാട് ശ്രമിച്ചു ഗവൺമെൻറ്, ഒരുപാട് പ്രസ്താവനകളൊക്കെ ഇറക്കി, പക്ഷെ ഒന്നും നടന്നില്ല എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. അപ്പം ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. ജനരോഷം ഇതിനൊക്കെ എതിരായിട്ട് ഇവിടെ ഉണ്ട്.